ഭാരത മഹാരാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതത്തിലും അവരുടെ തലമുറകളെയും അടിസ്ഥാനപ്പെടുത്തി മുൻപോട്ട് പോകുന്നതാണ്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് ശഠിക്കുന്ന ഇന്ത്യയിലെ പുരോഗമനവാദികളുടെ പുരോഗമന ആവേശം നാടും മൂടും മറന്ന് ഭാരതത്തിൻ്റെ കുലീനമായ സംസ്കാരത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന നിർണായകമായ നിലപാടുമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധമെന്ന് ഇന്ത്യ കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന പവിത്രമായ കീഴ്വഴക്കത്തിനും പാരമ്പര്യത്തിനും വിരുദ്ധമായി പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ച് മനുഷ്യ അവകാശത്തിൻ്റെ മറപറ്റി മ്ലേച്ഛവും മലിനവുമായ സ്വവർഗ വേഴ്ചകൾക്കും സ്വവർഗ വിവാഹത്തിനും നിയമ അനുമതി വേണമെന്ന് ശഠിച്ച് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയവർക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് BJP സർക്കാർ അതിനെതിരായി സുപ്രീം കോടതിയിൽ നടത്തിയ ധീരമായ നീക്കം ഇപ്പോൾ കയ്യടി നേടിയിരിക്കുകയാണ്. അങ്ങേയറ്റം ധീരമായ ഈ തീരുമാനം കൈക്കൊണ്ട കേന്ദ്ര സർക്കാരിന് ശക്തമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പുരുഷന് പുരുഷനോടും സ്ത്രീകൾക്ക് സ്ത്രീകളോടും അവമാനകരമായ പേക്കൂത്തുകളാടി കുലീനമായ ഭാരത പാരമ്പര്യത്തെ മലീമസമാക്കാനുള്ള ചില ഛിദ്രശക്തികളുടെയും മനുഷ്യ അവകാശത്തിൻ്റെ പേരിൽ അതിനൊക്കെ പിന്തുണ ചൊല്ലുന്ന പുരോഗമനവാദികളുടെയും ഹീനമായ നീക്കങ്ങളെയാണ് കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കിയത്. ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൻ്റെ സാധുത നിർണ്ണയിക്കുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിലെ 4-ാം വകുപ്പ് എടുത്തു കളയണമെന്നാണ് ഗേവാദികൾ വാദിച്ചത്. സ്വവർഗ വേഴ്ചകളെ കുറ്റകരമാക്കുന്ന വകുപ്പ് 377 മുൻപ് റദ്ദാക്കിയെങ്കിലും സ്വവർഗ വിവാഹം അംഗീകരിക്കില്ലെന്നും ആരൊക്കെ കയറ് പൊട്ടിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് തയ്യാറല്ലെന്നുള്ള ശക്തമായ നിലപാടുമായി ഭാരത സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ ശക്തമായി ഉയർത്തിപ്പിടിച്ച് രംഗത്തെത്തിയ മോദി സർക്കാരിന് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ കൈയടിച്ചിരിക്കുകയാണ്. കാലാകാലങ്ങളായി ഈ മ്ലേച്ഛതയ്ക്കെതിരെ ക്രൈസ്തവ സഭകൾ എന്നും ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. കാരണം ഇത്തരം പേക്കൂത്തുകളെ ശക്തമായി തന്നെ എതിർക്കുന്ന ഡോക്ട്രിനാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. അതുകൊണ്ട് തന്നെ സഭ പരസ്യമായി ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ വിജയം കൂടിയാണിത്. സ്ത്രീ പുരുഷ സ്വാഭാവിക ബന്ധത്തിനപ്പുറത്ത് സ്വവർഗ മ്ലേച്ഛതകൾ കൊടുമ്പിരിക്കൊണ്ട സോദോം ഗൊമോറ എന്നീ പട്ടണങ്ങൾ തീ കത്തി ചാമ്പലായിപ്പോയി എന്നതാണ് ബൈബിളിലെ പഴയ നിയമത്തിൻ്റെ ഭാഷ്യം. പുതിയ നിയമത്തിലാകട്ടെ അതികഠിനമായ പാപമായിട്ടാണ് സ്വവർഗ സംസർഗങ്ങളെ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ച് വോട്ടിനു വേണ്ടി കപട മനുഷ്യ അവകാശ കോലാഹലമുണ്ടാക്കി ഇടതുപക്ഷവും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഈ തിന്മയ്ക്ക് അനുകൂലമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിനെ ചെക്കന ബിഗ് ഡിബേറ്റിൽ സാമൂഹ്യ നിരീക്ഷകനായ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ നിശിതമായി തന്നെ വിമർശിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് മൊത്തമായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഴുവനായ അതിനേക്കുള്ള അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അതിൽ ചില നേതാക്കള് ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കോടതിയിൽ വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോഴും അത് തീർച്ചയായിട്ടും അപലപനീയമാണ്. ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ലോകക്രമത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രക്രമത്തെക്കുറിച്ച്, ഒരു സമൂഹ ക്രമത്തെക്കുറിച്ച് ഏതെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതിനെക്കുറിച്ച്. അല്ല, രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് ഇതിനെ അനുകൂലിക്കുന്നവരാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇനി അതിനേക്കാൾ വലിയ ആളുകളാണെങ്കിലും തെറ്റ് ചെയ്താൽ അവർ തെറ്റ് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, അത് ശരിയാകില്ല. അതിന്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കപ്പെടണം. അതിന്റെ പിന്നിൽ ആരാണ് അവരെ സ്വാധീനിക്കുന്നത് അന്വേഷിക്കപ്പെടണം. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ അതോ മറിച്ച് മറ്റേതെങ്കിലും വിധത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത്ര